ഗൈസ് പെട്ടു. എന്തിലാ പെട്ടെന്നറിയോ? വല്ലാത്തൊരു ലൂപ്പിലാണ്. ഇതിന്ന് പുറത്ത് ചാടാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല. ഞാനായിട്ട് തന്നെ ചെന്ന് കയറി കൊടുത്തയാന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇപ്പോൾ പുറത്ത് കിടക്കാനും പറ്റില്ല. ഉള്ളിൽ കിടന്ന് നരകിക്കുന്ന ഫീലാണ്. ഇതിന്ന് എങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റും? നോ ഐഡിയ. ഇത് എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ കിട്ടിയ ജോലി ഓക്കെ ഒരു 2 വർഷമായിട്ടൊന്നും വലിയ തിരക്കേടില്ലാതെ പോവുമായിരുന്നു. മാനേജർമാർ മാറി മാറി വന്നു. പുതിയ മാനേജർ വന്നേ പിന്നെ, അതായത് എക്സാക്ട്ലി സ്പീക്കിംഗ് ഈ ജാനുവരി മുതൽ ടോർച്ചർ. ഈ 2 വർഷം പോലെ അല്ല. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. സ്ട്രഗിൾ ചെയ്ത് ഹെൽത്ത് പോയി. എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ഒരു അസുഖമാണ്. ഐദർ യൂറിനറി ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ പനി, അല്ലെങ്കിൽ ഛർദി. ഹോസ്പിറ്റൽ കേസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. മനസ്സമാധാനം കുറഞ്ഞുകൊണ്ടേ പോകുന്നു. കടന്നാലൊന്നും ഉറക്കം വരുന്നില്ല. ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തോ എനിക്ക് ഇനി എന്തോ എൻ്റെ മാത്രം പ്രശ്നമാണോ എന്തോ കേട്ടോ. മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിലൊക്കെ മാനേജറിനെയും ക്ലയൻറ്റിനെയും വർക്കും ചീത്തയും ഇങ്ങനെ എന്തൊക്കെയോ ആണ് സ്വപ്നത്തിൽ. എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുന്നത്? രാവിലെയൊക്കെ നേരത്തെ എണീക്കുക. പിന്നെ നേരത്തെ എണീക്കുന്നത് മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് ഉറക്കില്ല. കഴിഞ്ഞു, തീരുമാനമായില്ലേ? തിങ്കൾ മുതൽ വെള്ളി വരെ ഈ ടെൻഷൻ ഇങ്ങനെ അത് ഏറ്റി നടന്ന് ഓക്കെ വെള്ളിയാഴ്ച രാത്രിയായാൽ മതി. ഞാൻ ആകെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറയും അത് വെള്ളിയാഴ്ച രാത്രിയാണ്. ആ ലോഗ് ഔട്ട് ചെയ്തിട്ടുള്ള ശനിയാഴ്ച രാവിലെ ആവുന്നതിൻ്റെ മുന്നേ വരെയുള്ള ആ ടൈം, അത്രയും ടൈം പറയാം. അതിന് ശേഷം മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് തിങ്കളാഴ്ചത്തെ പ്രശ്നങ്ങളായിരിക്കും മൈൻഡിൽ. എന്ത് ലൈഫാല്ലേ, എന്ത് ലൈഫാ അത്. ശരിക്കും എല്ലാവർക്കും പറയാം ഓക്കെ ഇത്ര പറ്റാത്തൊരു ജോലി എന്തിനാണ് നീ ചെയ്യുന്നത്, റിസൈൻ ചെയ്ത് പോരും. പക്ഷെ അങ്ങനെയാണോ? നമ്മൾ പാസ്റ്റ് 2 ഇയേഴ്സായിട്ട് നമ്മൾ എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? സെൽഫ് ഇൻഡിപെൻഡൻസും സാലറിയും അടിച്ചുപൊളിയും പൈസ കിട്ടിയാൽ അത് ചെയ്യും ഇത് ചെയ്യും പറഞ്ഞ് എന്തൊക്കെയോ കമ്മിറ്റ്മെൻറ്റ്സിൽ കൊണ്ട് തല വെച്ച് കൊടുക്കലും. എല്ലാവരും നമ്മളെ പറ്റി നല്ലത് പറയില്ല. നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻ്റ് അല്ല ഇതിന് ശേഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. ജോലി കിട്ടിയതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ്. എഗെയിൻ ഇതെല്ലാം തിരിച്ച് ആ പഴയ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാലത്തെ സിറ്റുവേഷൻ ചിന്തിക്കാൻ പറ്റും. സോ അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ഇതും ചിന്തിക്കാം. ഈ ഓപ്ഷൻ ഇല്ല, വിടുക എന്നുള്ള ഓപ്ഷനും വരുന്നില്ല. എന്താല്ലേ അവസ്ഥ? എനിക്ക് ഒരു സമയത്ത് തോന്നിയായിരുന്നു ഓക്കെ ഈ ലൂപ്പിൽ കിടന്നിങ്ങനെ നരകിക്കുന്ന ആ ഒരു മേ ബി ഒരു 1 month ബിഫോർ ഞാൻ പറയും. ഓഫീസിലേക്ക് നടന്നുകൊണ്ട് പോവാണ്. ഫുള്ള് ടെൻഷനാണ്. ഇതേപോലെ ഉറക്കമില്ല, ഫുള്ള് ഹെൽത്ത് ഇഷ്യൂ എല്ലാം. ആകെ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ, ജോബിലൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈം. സോ ഞാൻ റോട്ടിൽ കൂടെ അങ്ങനെ നടന്ന് ഇതേ ആലോചിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുകയാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചത്, അതായത് ഇപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ വരെ ഓക്കെയാന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഇത് ക്യാൻ എനിവൺ ബിലീവ് ദിസ്? അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്താണ്, അപ്പോൾ ലൈഫിൻ്റെ വാല്യൂ എന്താണ്? എന്താല്ലേ? കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും അല്ല. എന്നിട്ടും എൻ്റെ മൈൻഡ് അങ്ങനെ ചിന്തിച്ചു. എനിക്കിപ്പോൾ അറിയും ഇതെന്ന് എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. പക്ഷെ ഇപ്പോൾ എന്തായി തീരുമാനം എന്നറിയോ? ലേറ്റർ റിയലൈസേഷനാണ്. ലൈക്ക് ഇപ്പോൾ എങ്ങനെ വെച്ചാൽ എന്താ വെച്ചാൽ നടക്കട്ടെ, വരുന്നോടത്ത് വെച്ച് കാണും. ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തി. കാരണം ചത്ത് പോയി കഴിഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലേ? നമ്മൾ നഷ്ടം ആർക്കാ പറ്റുക? നമുക്ക് മാത്രമേ പറ്റൂ. കൂടിപ്പോയാൽ പ്രഷർ കയറി നമ്മൾ വർക്ക് പ്രോപ്പറായി ചെയ്യില്ല. വർക്ക് പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും? പക്ഷെ മാനേജറിനെ ചീത്തക്കായിരിക്കാം, PIPയിൽ ഇടുമായിരിക്കാം.
പുറത്താക്കുമായിരിക്കാം, ടെർമിനേറ്റ് ചെയ്യുമായിരിക്കാം. ചെയ്യട്ടെ ചെയ്യട്ടേന്നേ, കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഇമ്പോർട്ടൻറ്റ്? ലൈഫ്. നമ്മുടെ ലൈഫിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല.